ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസവും കർത്താവ് നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ അവിടുത്തെ ആലോചനയാൽ നടത്തിക്കൊണ്ടു പോകുന്ന കൃപ ഏറ്റവും മഹത്തരമാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ മനുഷ്യർക്കുണ്ടാകുന്ന ക്രമീകരണങ്ങൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവനും സമയമെടുത്താൽ സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും. നഷ്ടപ്പെട്ടു പോയ അനവധി ജീവിതങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ മാഹാത്മ്യം അറിഞ്ഞവൻ, അത് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളവൻ, ഈ നശിച്ചു പോകുന്ന ഓരോരുത്തരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ഓരോ സംഭവത്തെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കാം. അന്ന് 10 പേര് ഒരുമിച്ച് കൂടി സോദോം ഗൊമോറയിൽ മുട്ടുമടക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ പട്ടണം നശിക്കാതെ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ചാവുകടലിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. ചാവുകടലാണല്ലോ സോദോം ഗൊമോറയും. അത് നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിനം പ്രതി ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് പൂർണ്ണമായ പ്രതിഫലം മാറ്റം വന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മാവ് തപിക്കാൻ തക്കവണ്ണം ഉപവാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കണം. അങ്ങനെ ചെയ്താൽ പ്രവൃത്തി എളുപ്പമാകും. അങ്ങനെ ചെയ്താൽ ഒരു മനുഷ്യന്റെ ജീവിതം പെട്ടെന്ന് മാറ്റം വരും. ഇന്ന് നമുക്കിവിടെ കേൾക്കാൻ ഇടയായി തീർന്ന പല വചനങ്ങളും അങ്ങേയറ്റം പ്രസക്തമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ കേട്ട ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് അന്ത്യ ന്യായവിധിയിൽ 2 കൂട്ടമായിട്ട് മനുഷ്യരെ വേർതിരിച്ച് ഇടത്ത് ഭാഗത്തുള്ളവരും വലത്ത് ഭാഗത്തുള്ളവരും എന്നുള്ള 2ആയിട്ട് തിരിവങ്ങ് നിർത്തിയതിനു ശേഷം ഒരു കൂട്ടർക്ക് നന്മയിലേക്കും ഒരു കൂട്ടർക്ക് തിന്മയിലേക്കും പോകാനുള്ള വിധിയുണ്ടായി. അവര് അങ്ങനെ ഒരു വിധി അവർക്കുണ്ടാകാനുണ്ടായ കാരണം അവർ കർത്താവിന് നന്മ ചെയ്തു, ഒരു കൂട്ടർ കർത്താവിന് നന്മ ചെയ്തില്ല. എങ്ങനെയാണ് കർത്താവിന് നന്മ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഒരു കൂട്ടരോട് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ നിങ്ങൾക്കൊരുക്കിയിട്ടുള്ള സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവീൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിച്ചവനായിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അതെങ്ങനെയാണ്? ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, കർത്താവിനെ കാണാതെ എപ്പോഴും എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തത് എനിക്ക് ചെയ്തതാവും. അപ്പൊ അവിടെ നിന്ന് നേരെ മറിച്ചും നമുക്കതിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. നിങ്ങൾ ഈ എളിയവർക്ക് ചെയ്യാതിരുന്നാൽ എനിക്ക് ചെയ്യാതിരുന്നതിന് തുല്യമാണ്. അവിടെ ഒരു ഗുണപാഠം നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നത് പ്രകാരമാണ്. നന്മ ചെയ്യുകയും വേണം, അത് കർത്താവിനല്ല മനുഷ്യർക്ക് ചെയ്യുകയും വേണം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതായത് കർത്താവ് വന്ന് ഒരാളോട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ വെള്ളം മാത്രമല്ല എന്ത് വേണമെങ്കിലും കൊടുക്കും, എന്തും കൊടുക്കാൻ തയ്യാറാണ്. ഒരു ദിവസം അതിഥിയായി താമസിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെയല്ല, നീ സ്ഥിരം അവിടെ താമസിച്ചു.
ഏതിനും തയ്യാറാണ്. അത് കർത്താവിന് വേണ്ട. കാരണം പിശാചുക്കൾ വരെ പിശാചുക്കൾ വരെ അവൻ ആരാണെന്നറിഞ്ഞ് വിറയ്ക്കുന്നവനാ. മാത്രമല്ല അവൻ്റെ കൽപ്പന അനുസരിക്കാൻ എപ്പോഴും തയ്യാർ തയ്യാറുമാണ്. അതിനൊരു മടിയില്ല. അപ്പോൾ അവൻ്റെ മഹാപ്രഭാവത്തിൽ അവൻ വന്ന് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. മനുഷ്യനെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ ധർമ്മം അവൻ ചെയ്യണം. അവിടെയാണ് ദൈവം മാനിക്കുന്നത്. ഞാൻ ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, എന്തും ചെയ്യാൻ തയ്യാറാ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നാൽ ദൈവം പ്രസാദിക്കില്ല. അവൻ ചെയ്യേണ്ടത് മനുഷ്യനാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനുണ്ട്. സ്വരൂപം നഷ്ടപ്പെട്ടു പോയെങ്കിലും സാദൃശ്യമുണ്ട്. അവരില് അവരില് ദയ അർഹിക്കുന്നവരും കനിവ് അർഹിക്കുന്നവരുമുണ്ട്. അവർക്ക് കൊടുത്താൽ മതി, അത് കർത്താവിന് കൊടുക്കുന്നതായിട്ട് എണ്ണുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ആദ്യമേ തന്നെ കർത്താവ് അത് വെളിപ്പെടുത്തുകയില്ല. എങ്ങനെ? കർത്താവിനെ ചെയ്യുന്നതെന്ന് ആർക്കും വെളിപ്പെടുത്തില്ല. സോദോം ഗൊമോറയിൽ ചെന്ന ദൂതന്മാരാണെന്ന് വെളിപ്പെടുത്തിയില്ല. 2 മനുഷ്യരിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? ലോത്ത് ചോദിച്ചു. ലോത്ത് വയലിൽ വേല കഴിഞ്ഞ് വന്നപ്പോ 2 പുരുഷന്മാരിയ്ക്കുന്നു. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇന്ന് വീഥിയിൽ പാർക്കാൻ പോവാ. ഞങ്ങൾ സഞ്ചാരികളാണ്, ഇവിടെ വീഥിയിൽ പാർക്കാൻ പോവാ. അയ്യോ, നിങ്ങൾ വീഥിയിൽ പാർക്കരുത്. നിങ്ങൾ വന്ന് എൻ്റെ ഭവനത്തിൽ പാർത്തോ. നിങ്ങൾ രാവിലെ പൊക്കോ. ഈ വഴിയിൽ അന്തി ഉറങ്ങരുത്. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ പാർക്കും. അയ്യോ, അങ്ങനെ പാടില്ല. അവൻ നിർബന്ധിച്ചു. ലോത്ത് നിർബന്ധിച്ചു. വീട്ടിൽ കൊണ്ടുപോയി. പട്ടണത്തിലുള്ള ആളുകളെല്ലാം വളഞ്ഞു. അവർക്ക് ദുഷ്പ്രവൃത്തി ചെയ്യണം. ലോത്ത് പുറത്തിറങ്ങി പറഞ്ഞു, ഇവർ രണ്ടുപേരും ദൂതന്മാരാണെന്ന് അറിഞ്ഞാൽ പിന്നെ ലോത്ത് കിടന്ന് വിഷമിക്കേണ്ട കാര്യം എന്താ? അവരോട് കാര്യം പറഞ്ഞാൽ മതി. അതറിയുന്നില്ല. മനുഷ്യർക്കാണ്. ലോത്ത് ചെയ്യുന്നത് മനുഷ്യർക്കാണ്. അനുഭവിക്കുന്ന നന്മ ദൂതന്മാരാണ്. അവിടെയാണ് ദൈവം സന്ദർശനം വഹിക്കുന്നതിന്റെ പ്രത്യേകത. ലോത്ത് പറഞ്ഞു, എനിക്ക് കന്യകമാരായ പുരുഷൻ തൊടാത്ത 2 പെൺകുട്ടികളുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരാം. ഈ വന്ന പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യല്ലേ. അവര് ധിക്കാരപൂർവം ലോത്തിനെ തള്ളി മാറ്റി വാതിൽ പൊളിക്കാൻ എടുത്തപ്പോ ലോത്തിനെ ദൂതന്മാർ പിടിച്ച് അകത്താക്കിയതിന് ശേഷം വാതിലങ്ങ് അടച്ച് അവരെ അന്ധത പിടിപ്പിച്ചു. അവർ വാതിൽ തപ്പി നടന്നു. അവർ ചുറ്റും നടന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. വാതിൽ തപ്പി നടന്നു. അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ലോത്തിന് മനസ്സിലായത്, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളുകളല്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത്, അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഒരിക്കലും അതിഥി സൽക്കാരം മറക്കരുത്. കാരണം അതിനാൽ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ദൂതനാണെന്ന് പറഞ്ഞ ഒരാളിങ്ങ് വന്നു കഴിഞ്ഞാൽ ആരാ സൽക്കരിക്കില്ലാത്ത? ആ സൽക്കാരം കണക്കിടില്ല. കണക്കിടുന്നത് ധർമ്മമാണ്. ഇതിനപ്പുറം അവൻ എന്ത് ധർമ്മം ചെയ്യാനാ? വടിയിലിരുന്നവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, ഭവനത്തിൽ പാർപ്പിച്ചു. ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പൂർണ്ണ സംരക്ഷണം താൻ ഏറ്റെടുത്തു. ആരെങ്കിലും കൊടുക്കുമോ? എൻ്റെ 2 പെൺകുട്ടികളുണ്ട്, അവരെ അങ്ങ് തന്നേക്കാം. ഇവിടെ വഴിപോക്കൽ ആരെന്നറിയാൻ പാടില്ലാത്ത ആ 2 പേരെ ഒന്നും ചെയ്യരുതെന്ന് വല്ലവരും പറയുമോ? പറയില്ല. സാധാരണ മട്ടി പറയില്ല. എന്നാൽ ഒരു ദൈവഭക്തൻ അത് പറയും. കാരണം അവന്റെ ഹൃദയം ദൈവം നോക്കുന്നതാണ്. അത്രമാത്രം ആ മനുഷ്യൻ വേദനപ്പെട്ട അവിടെ ജീവിക്കുന്നത്. ആ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്തുകൊള്ളണം. ഇത്രയും വലിയൊരു വാക്ക് പറയണമെങ്കിൽ
എൻ്റെ 2 പെൺമക്കളെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തന്നേക്കാം. ഈ പുരുഷന്മാരോടൊന്നും ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം പത്രോസിന് രേഖത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? അധർമ്മികളുടെ ഇടയിൽ ലോത്ത് വസിച്ചിരിക്കുമ്പോൾ സൊദോം ഗൊമോറ എന്ന പട്ടണത്തിൽ നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്തിനെ ദൈവം വിടുവിച്ചു. നാളുകളായിട്ട് അനുഭവിക്കുന്ന മുറിവ്, വേദന, ചതവ് ആ ഹൃദയത്തെ നോക്കുന്ന ദൈവം കാണുന്നുണ്ട്. ഇന്നിപ്പോ ഈ പുരുഷാരം വളഞ്ഞ് ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത ശ്രദ്ധിച്ചാൽ മതി. ദൈവസഭയായി ദൈവം തിരഞ്ഞെടുത്ത് ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയം ഓരോ ദിവസവും മുറിഞ്ഞും അതിവേദനയിൽ എടുത്ത് ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ആ വേദന വെളിപ്പെടുന്ന എവിടെയാണെന്നറിയാവോ? ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴാണ്. ഈ ലോകത്തിൽ സാധാരണ ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കുന്ന വിശ്വാസ ദൈവമക്കളുണ്ട്. അതല്ല, യഥാർത്ഥത്തിൽ ദൈവം കണ്ടവൻ, അവൻ്റെ ഹൃദയം അതുപോലെ തകർന്നാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. കാരണം ഈ ലോകത്തിൻ്റെ പ്രവൃത്തി അതാണ്. നിരപരാധികളായ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന പ്രവൃത്തി, ഇതെല്ലാം കണ്ട് സാധാരണ ലോകത്തിലുള്ള മനുഷ്യർക്ക് അത് വിഷയമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് അത് വേദനയാണ്, പൊറുക്കാൻ വയ്യാത്ത വേദനയാണ്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ വലഞ്ഞുപോയി. വേദനയ്ക്കൊരു പരിധിയുണ്ട്, ഹൃദയവേദനയ്ക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിടുമ്പോഴാണ് വലഞ്ഞു പോണേ. അങ്ങനെ വലഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് ഇന്ന് തൻ്റെ കണ്ണിൻ മുൻപിൽ തൻ്റെ ഭവനത്തിൽ അതിഥികളായി വന്നിരിക്കുന്ന ദൂതന്മാരെ ദോഷം ചെയ്യാൻ, ആ പുരുഷന്മാരെ ദോഷം ചെയ്യാനായിട്ട് ചുറ്റും അടുത്തിരിക്കുന്നത്. കാരണം പല സ്ഥലത്തും താനിത് കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ ഈ ദുഷ്പ്രവൃത്തി മനുഷ്യരോട് ചെയ്യുന്നത് കണ്ടും കേട്ടും വലഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് തൻ്റെ മുമ്പിൽ തൻ്റെ ഭവനത്തിൽ വന്നവരെ അത് ചെയ്യാൻ പോവാ. പലപ്പോഴും പലരും ചിന്തിക്കും, ശരിയാണോ അത്? ആ മനുഷ്യൻ ലോത്ത് പുറത്തിറങ്ങിയച്ച്, സഹോദരന്മാരെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ദോഷമായി ചെയ്യാവണേ? എൻ്റെ ഭവനത്തിൽ അവരെ ആശ്രയിച്ച് വന്നിരിക്കുക, നിങ്ങൾ അവരൊന്നും ചെയ്യല്ലേ? പ്രായപൂർത്തിയായ പുരുഷൻ തൊടാത്ത കന്യകമാരായ 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ ഞാൻ പുറത്തേക്ക് തരാൻ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, അവരോട് ചെയ്യല്ലേ. ആ മനുഷ്യൻ്റെ ഹൃദയം മനസ്സിലാക്കിയവർക്കേ അത് സാധിക്കും. അത് മനസ്സിലാക്കിയവർക്ക് ആ വാക്ക് മനസ്സിലാവൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇത് ദൈവത്തിൻ്റെ മുമ്പാകെ ഈ വാക്ക് അങ്ങനെ തന്നെ ഒരിക്കലും മായാത്ത ലിപികളായിട്ട് എഴുതപ്പെട്ടിരിക്കുക, ഇന്നും മുഴങ്ങുകയാണ്. എന്തിന് ലോത്തിനെ വിടുവിച്ചു എന്നുള്ള ചോദ്യത്തിന് ലോത്ത് പറഞ്ഞ വാക്ക് ഇന്നും മുഴങ്ങുകയാണ്. അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി ചെയ്തത് ഇന്നും ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. അവർ ബലപ്രയോഗം നടത്തിയപ്പോൾ ദൂതന്മാർ തങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു, തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തി അകത്ത് കടത്തി. റെഡിയായിക്കോ, നശിപ്പിക്കാൻ പോവുകയാണ്. ഇവരുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിലെത്തി ഞങ്ങളെ നശിപ്പിക്കാൻ അയച്ചിരിക്കുന്നതാണ്. നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കോ, ആ പട്ടണം നശിക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായി, ഞാൻ ചെയ്തത് ആർക്കാണ്? ഞാൻ ചെയ്തത് എൻ്റെ കർത്താവിനായിരുന്നു. ഇതാണ് ദൈവം നോക്കിയിരിക്കുന്നത്. ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ്റെ ആ വേദനയാൽ അവൻ വലഞ്ഞിരിക്കുകയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തും. അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ വരും. വരുത്തും കർത്താവ്. അവനോടാണ് പറഞ്ഞിരിക്കുന്നത്,
എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ദൈവം മുൻപേ ഒരുക്കിയിട്ടുള്ള ലോകസ്ഥാനത്തിന് മുമ്പേ ഒരുക്കിയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചോ. ആരും എതിരില്ല. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുതെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കും. ഒരു ദൂഷണവുമില്ല. കാരണം സാത്താൻ തന്നെ പറയും അവൻ അതിന് യോഗ്യനാണ്. ലോത്ത് ആ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ അവൻ യോഗ്യനാണ്. കാരണം അവനറിയാം അവൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നവരും അവൻ്റെ പ്രവൃത്തിയിൽ വേദനപ്പെടുന്നവരും ആരെല്ലാമെന്ന്. ഈ വാക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന കർത്താവിൻ്റെ വചനം. ആ വാക്ക് ദൈവത്തിന് മുമ്പാകെ സ്ഥിരമാണ്. ദൈവസന്നിധിയിൽ ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളും എങ്ങനെയാണ് ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്നത്? അനീതിയും അക്രമവും അധർമ്മവും നിറഞ്ഞ ലോകം. യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് ഞാൻ ഈ ലോകത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ഈ ലോകം എന്നെ പകച്ചു, നിങ്ങളെയും പകയ്ക്കും. കാരണം ഈ ലോകത്തിൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. അത് ദോഷമുള്ളതാണ്. അതുകൊണ്ട് ദോഷമുള്ള ഈ ലോകത്തിൻ്റെ പ്രവൃത്തിക്ക് മധ്യേ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ അത്രമാത്രം വേദനപ്പെട്ടുകൊണ്ടിരിക്കും. മുത്തുച്ചിപ്പിയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ചിപ്പിയുടെ ഉള്ളിൽ എങ്ങനെയാ മുത്തുണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിപ്പിക്കുള്ളിലേക്ക് മണൽത്തരികളോ മൂർച്ചയുള്ള എന്തെങ്കിലും തരികളോ കിടക്കും. ഇത് അതിൻ്റെ മാംസത്തെ കൊള്ളും, അത് വേദനിക്കും. ഉടനെ തന്നെ അതിൻ്റെ മാംസത്തിൽ നിന്ന് ഒരു സ്രവം പുറപ്പെടും. അതോടുകൂടി ഈ വന്ന പദാർത്ഥം മറിയും, അതിൻ്റെ മറുവശം കൊള്ളും, അപ്പോഴും സ്രവം പുറപ്പെടുവിക്കും. ഇങ്ങനെ മുറിവ് സ്രവം എങ്ങനെ വന്ന് ഈ കയറിയ ആ തരി ഈ സ്രവം കൊണ്ട് മൂടും. അങ്ങനെ അവസാനം അങ്ങനെ കൂടിയ ഒരു പദാർത്ഥമായിട്ട് തീരുന്നതാണ് മുത്ത്. ഇതെങ്ങനെ ഇതുണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ മുത്തുണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, ആ ചിപ്പിയുടെ വേദനയാണ്, ആ ചിപ്പിയുടെ സങ്കടമാണ്, ആ ചിപ്പിയുടെ ഹൃദയത്തകർച്ചയാണ് ഇന്ന് ഈ മുത്തിൻ്റെ കാരണം. ഇന്ന് ഈ മുത്തിൻ്റെ കാരണം അതാണ്. യെരൂശലേമിന് 12 ഗോപുരങ്ങൾ, 12 മുത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തെളിവാണ്. വേഷം കെട്ടുകൊണ്ട് അവിടെ ചെന്ന് കർത്താവിൻ്റെ അവകാശം പ്രാപിക്കാമെന്ന് വിചാരിക്കേണ്ട. തെളിവെന്ത് ദൈവത്തിന് മുമ്പാകെ ഉണ്ട് പറഞ്ഞ വാക്കുകളും. നിങ്ങൾ വീതിയിൽ പാർക്കരുത്, എൻ്റെ ഭവനത്തിൽ വരണം, അവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരാം, രാവിലെ പോകാം. അല്ല, ഞങ്ങൾ ഇവിടെ തന്നെ പാർക്കും എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ ചെയ്യരുത്, അവൻ നിർബന്ധിച്ചത്. ഇതൊക്കെ വരും, ഇതൊക്കെ ഉണ്ട്. ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതൊക്കെ വരും. അകത്ത് കയറിയതിനു ശേഷം ആ മനുഷ്യരോട് പറഞ്ഞത് ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ ഉണ്ട്. നാളെ നമ്മളും ഒരു അവകാശം പ്രാപിക്കാനാണല്ലോ വന്നത്. ഈ യാത്ര ഒരു അവകാശം പ്രാപിക്കാനാണല്ലോ. നാളെ ലോത്തിനെ വിസ്തരിക്കുമ്പോൾ, ലോത്തിന്റെ പ്രതിഫലം പ്രഖ്യാപിക്കുമ്പോൾ ലോത്ത് പറഞ്ഞതും ലോത്ത് പ്രവർത്തിച്ചതും ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് എന്നാണെന്നറിയാവോ? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എടുക്കുമ്പോൾ എന്ത് പറയാനുണ്ട്? നമ്മുടെ വായിൽ നിന്ന് വന്ന ഏത് വാക്കുകളുണ്ട്? അതാണ് ഇന്നത്തെ ചിന്ത. ഈ നാളുകൾ ഈ ലോകത്തിൽ ധനവാനോട് അബ്രഹാം പിതാവ് പറഞ്ഞ പോലെ, മകനെ, നീ നിന്റെ ജീവിതത്തിൽ നന്മ അനുഭവിച്ചു, സുഖമായിട്ട് ജീവിച്ചു. ലാസറോ അങ്ങനെയല്ല. അവൻ ജീവിച്ചത്
അവൻ ജീവിച്ചത് എന്നും വേദനയോടുകൂടിയാണ്. എന്തുകൊണ്ട് വേദന അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിവില്ല, പൂർണ്ണമായിട്ട് അറിവില്ല. ഇവൻ എന്തുകൊണ്ട് ഇവനെ വിധിച്ചു എന്നുള്ളതും പൂർണ്ണമായിട്ട് നമുക്കറിവില്ല. എന്തായിരുന്നാലും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പൂർണ്ണ ഹൃദയ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അനീതിയും അധർമ്മവും ദുഷ്ടതയുമാണ് ഈ ലോകം നിറഞ്ഞു നിൽക്കുന്നത്. ദിനം പ്രതി ഇത് കണ്ടും കേട്ടും ഗ്രഹിച്ചും അനുഭവിച്ചും ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അങ്ങനെ അനുഭവിക്കുമ്പോൾ അവർ ഇതിനോട് സഹകരിക്കാതെ, ഇതിൽ ഉൾപ്പെടാതെ, ഇതിൽ നിന്ന് വേർപെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ ചെയ്ത പ്രവൃത്തികളും അവർ പറഞ്ഞ വാക്കുകളും ദൈവത്തിന് മുമ്പാകെ ഉണ്ട്. നാളെ പ്രതിഫലം വിഭാഗിക്കുമ്പോൾ അത് അവരുടെ അംഗീകാരപത്രമാണ്. എന്തുണ്ട് നോഹയെ വിസ്തരിക്കുമ്പോൾ എന്ത് പറയാനുണ്ട്? ഉണ്ട്. നീതിപ്രസംഗിയായ നോഹ തൻ്റെ ആയുഷ്കാലമൊക്കെയും താൻ പ്രസംഗിച്ച വാക്കുകളുണ്ട്. താൻ പണിത പെട്ടകമുണ്ട്. നമുക്കെന്തുണ്ട്? അതാണിന്ന് നമ്മുടെ ചിന്താവിഷയം. ഇന്നത്തെ ചിന്താവിഷയം അതാണ്. അതിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവേ, ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ പറഞ്ഞ വാക്കുകൾ കർത്താവ് സാക്ഷ്യം കൽപ്പിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നതുമായി എന്തുണ്ട് ദൈവമേ? സാഹചര്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അനവധി പേർക്ക് പലതും ചെയ്യുന്നവരാണ് നാം, പലതും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യനായിരിക്കണം ചെയ്യേണ്ടത്. കർത്താവായിരിക്കണം സ്വീകരിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രവൃത്തി വീണ്ടും ഓർത്തുകൊള്ളണം. ചെയ്യുന്നത് മനുഷ്യന്, സ്വീകരിക്കുന്നത് കർത്താവ്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ഇറങ്ങി വരുമ്പോൾ ഓടി തൻ്റെ സമ്പത്ത് മുഴുവനും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കും, എല്ലാവരും കൊടുക്കും. ഈ ദുഷ്ടനും കൊടുക്കും, ആരും കൊടുക്കും. അതല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് അതല്ല, ധർമ്മം. ഈ ലോകത്തിൽ അനീതിയും അധർമ്മവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന, വേദനപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങൾ അവരിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വാക്കുകളും പ്രവൃത്തികളും. അതാണ് നമ്മുടെ പ്രതിഫലത്തിനുള്ള നമുക്കുള്ള സർട്ടിഫിക്കറ്റ്, നമുക്കുള്ള ആധാരം. അത് ശ്രേഷ്ഠമായിരിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് കർത്താവുന്ന ദൂതനെ ഓർത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് ഞങ്ങൾ നടത്തുവാൻ ശക്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവ് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം കർത്താവെ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വാക്കുകൾ, ഇവ കർത്താവെ പരിശോധിച്ചിട്ടാണ്. ലോത്തിനെ പോലെ ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവമേ ഞങ്ങൾ അറിയാതെ കർത്താവിനെ സൽക്കരിച്ചതും കർത്താവിനെ സ്വീകരിച്ചെന്നും കർത്താവിനെ ഉയർത്തിയെന്നും തന്നെ വരട്ടെ. കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ എന്നും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് തന്നെ ആയിരിക്കാൻ, കർത്താവെ, ദൈവം നീതീകരിക്കാൻ തക്കതായിരിക്കാൻ ദൈവങ്ങളിലേക്ക് കാത്തുകൊള്ളണേ. പ്രാർത്ഥിക്കാം.